Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ 2026 സെപ്റ്റംബർ 2-ാം തീയതി ശുക്രൻ രാശി മാറും. 1:51 PM ശുക്രൻ രാശി മാറുന്നത്. കന്നി രാശിയിൽ നിന്ന് തുലാം രാശിയിലേക്കാണ് രാശി പരിവർത്തനം നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതയാണ്. കാരണം ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം ഒരു ഗ്രഹമാണ്. എല്ലാം വാരിക്കോരി തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ. സകല ആഹ്ലാദവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയുമെല്ലാം. ചില ആൾക്കാർക്ക് ശുക്രദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ട് വരാറുണ്ട്. ചില ആൾക്കാർ പറയും എനിക്ക് തന്നെ ശുക്രദശയാണ് അല്ല വ്യാഴദശയാണ്, ഒരു പ്രയോജനവും ഇല്ലയെന്ന്. എന്നാൽ ചില ആൾക്കാർക്ക് ശനിദശ നോക്കിക്കഴിഞ്ഞാൽ ശനിദശ വളരെ നല്ലതുമാണ്, ചില ആൾക്കാർക്ക് മോശമാണ്. റീസൺസ് അല്ല, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. അതല്ലെന്ന് വരില്ല, നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി കാണുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശുക്രദശ നല്ലതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 1000 പേര് ജനിച്ചു കഴിഞ്ഞാൽ 1000 അവസ്ഥകളാണ്. അതിൻ്റെ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടിയാൽ നമ്മൾ ഓരോരുത്തരും ജനിക്കുന്ന ഓരോ സമയമുണ്ട്. ആ ഒരു സമയത്തിനനുസരിച്ച് നമ്മുടെ ഓരോ ഗ്രഹങ്ങളുടെ ഡിഗ്രി വ്യത്യാസം വരും. ആകെ ഇവിടെ 360 ഡിഗ്രി ആണുള്ളത്. അതിനകത്ത് ഒരു രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ടോട്ടൽ 12 രാശികൾ. അതിനകത്ത് ഒരു രാശി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി അതിനകത്ത് 9 പാദങ്ങളും. ഇതിൽ തന്നെ നമുക്ക് ഓരോ രാശിയിലും അല്ല ഓരോ പാദത്തിൽപ്പെട്ട ആൾക്കാർക്കും ജനിക്കുന്ന സമയത്തിനനുസരിച്ച് ഓരോ ഗ്രഹങ്ങളും ഇത്ര ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ശുക്രൻ്റെ ഡിഗ്രി എത്ര ഡിഗ്രിയിലാണ് ശുക്രൻ നിൽക്കുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഒരു നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് പ്രൊഡിക്ഷനാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഇത് കേൾക്കാൻ താല്പര്യമുണ്ടെന്നതിൽ പോയി കാണുക. വളരെ, കാരണം മലയാളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ഒരു ലാംഗ്വേജിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശുക്രദശ നല്ലതോ അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ശുക്രൻ നല്ലതോ എന്നുള്ള വിശദമായിട്ട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടെ അറിയാൻ പറ്റുന്നതാണ്. ഈ ആകെയുള്ള 9 ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് പറയാനുള്ളത് അങ്ങനെ ഒരു ഗ്രഹമാണ് ശുക്രൻ. നമ്മുടെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള പല നല്ല നിമിഷങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം കൊണ്ടുത്തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അഭിനയം, കല, സാമ്പത്തികം, നല്ല വീട്, നല്ല ഒരു വണ്ടി, ഇതെല്ലാം ശുക്രനാണ് തരുന്നത്. ഇവൻ നല്ലൊരു ഭാര്യ പോലും കിട്ടണമെന്ന് ശുക്രൻ കനിഞ്ഞില്ലെന്നൊരു നല്ലൊരു ഭാര്യയെ നമുക്ക് കിട്ടുക. അതുപോലെ നല്ലൊരു ഗേൾ ഫ്രണ്ട് വേണോ, അതും ശുക്രനാണ് കണിയേണ്ടത്. നല്ല സ്വർണ്ണങ്ങൾ, നല്ല ആഡംബരമായിട്ടുള്ള അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ള നിമിഷങ്ങളെ അല്ലെന്നൊരു അങ്ങനെയുള്ള നല്ല സാരി, നല്ല വസ്ത്രങ്ങൾ, ഇതെല്ലാം കൊണ്ട് തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. എന്ന് പറഞ്ഞാൽ ആഡംബരത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു മാന്ത്രിക ബിന്ദുവെന്ന് വേണമെന്നൊരു പറയാം. ശുക്രനെ പറ്റി പുകഴ്ത്തി പറയാനാണെന്നൊരു ഒരുപാടുണ്ട്. അത് നമുക്കൊരു വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. അത്രത്തോളം ആഡംബരങ്ങളും സമ്പന്നതയും എല്ലാം കൊണ്ട് തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. നമ്മുടെ ബർത്തിയായിട്ടിലൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ തൊട്ടു മുമ്പിൽ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹമുണ്ടെന്നൊരു ആ ആള് ജീവിതത്തിൽ മൊത്തവും സമ്പന്നനായിട്ട് ജീവിക്കും. അതിന് സഞ്ജീവനി യോഗ എന്ന് പറയും. ലൈഫ് ത്രൂ ഔട്ട് റിച്ച് ആവും. ഒന്നിനും അധികം ബുദ്ധിമുട്ടിന് വരികയല്ല. മിനിമം 67 വയസ്സ് വരെ ഒരു അസുഖവും ഇല്ലാതെ ജീവിക്കാനുള്ള ഒരിത്. പല ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ബർത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കോമ്പിനേഷൻ കാണാം. ശുക്രനും വ്യാഴവുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അത് ഏതെങ്കിലും ആംഗിളിലാകാം. 159, 2610, 3711, 4812, അങ്ങനെ ഏതെങ്കിലും ആംഗിളിൽ നമ്മുടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ശുക്രൻ കയറി അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ സമ്പന്നതയും നമുക്ക് വരുമെന്ന് മനസ്സിലാക്കാം. ഇതേ ശുക്രനും വ്യാഴവും കൂടെ നിൽക്കുന്ന സമയത്ത് നല്ല രാഹുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫോം, ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതലെന്നല്ല, ഒരു 3 ഹൗസ്, 6 ഹൗസ്, 9 ഹൗസ്, അങ്ങനെ പോകുന്നു. മൾട്ടിപ്പിൾ ഹൗസുകൾ, ഒരുപാട് വീടുകൾ, പ്രത്യേകിച്ച് മെർക്കുറിയൊക്കെ കൂടെ കണക്ട് ചെയ്ത് വന്ന മെർക്കുറി എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ ഗ്രഹം കൂടെയാണ്. സെലിബ്രേഷൻ്റെ ഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ത്രൂ ഔട്ട് ലൈഫിൽ സെലിബ്രേഷൻ നടക്കുന്നതും അല്ലെന്ന് വരിയിൽ ഈ ഒരു ഗ്രഹങ്ങളുടെ ട്രാൻസിഷൻ വരുമ്പോഴാണ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ ചൊവ്വ ഒക്കെ കയറി കണക്ട്, ഈ ഒരു കോമ്പിനേഷൻ്റെ ഇടയ്ക്ക് കയറി കണക്ട് ആയിട്ടുണ്ടെന്ന് വരിക നമുക്ക് ലാൻഡഡ് പ്രോപ്പർട്ടി ലഭിക്കാനുള്ള യോഗമുണ്ട്. അത് ചിലപ്പോൾ പാരമ്പര്യമായിട്ടാകാം, അല്ലാതായിരിക്കാം. ഏത് വകയിലായാലും ഏത് രീതിയിലായാലും അത് ലഭിച്ചിരിക്കും. ഒന്ന് മനസ്സിലാക്കുക, ഈ ഗ്രഹങ്ങളറിയാതെ ഈ ഭൂമിയിൽ ഒന്നും ചലിക്കാൻ കഴിയില്ല.
ചില ആൾക്കാർ പലപ്പോഴും കളിയാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളെ പഠിക്കാതെ മനസ്സിലാകാതെ സംസാരിക്കുന്ന ആൾക്കാരോട് ഒരു അഭ്യർത്ഥനയോടുണ്ട്. ആദ്യ കാര്യങ്ങളും മനസ്സിലാക്കുക. ഒരു സയൻസ് ഇവിടെ തെറ്റിട്ടില്ല, സയൻസ് തെറ്റത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ശാസ്ത്രത്തെ വളച്ചൊടിച്ചു കഴിഞ്ഞാൽ അത് സയൻസ് അല്ല, അതിൻ്റെ വേറെ പേരാണ് പറയുന്നത്. അത് വയറ്റിപ്പഴപ്പെന്ന് പറയും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വാസ്തുപരമായിട്ടാണെന്ന് വരിയിലും ശുക്രൻ നെഗറ്റീവ് ആകുന്ന പല കേസുകളുണ്ട്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രനാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റിലൊക്കെ കൊണ്ട് ടോയ്ലറ്റ് വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള കേസ് വരുമ്പോൾ പലപ്പോഴും നമുക്ക് വയറ് സംബന്ധമായിട്ട്, പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുക. അതുപോലെ വീട്ടിലെ സമ്പത്ത് നശിക്കുക, സൗഭാഗ്യങ്ങൾ നശിക്കുക, എക്സ്പെൻസ് കൂടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ടോയ്ലറ്റ് പോലും ഒഴിവാക്കും. പ്രത്യേകിച്ച് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തീയാണ് ഭരിക്കുന്നത്. അപ്പം തീക്കകത്ത് കൊണ്ട് വെള്ളം ഒഴിക്കുക, അതാണ് ടോയ്ലറ്റിനകത്ത് വെള്ളം ഉണ്ടല്ലോ. അതുമാത്രമല്ല മലിനമാവുക ടോയ്ലറ്റിലെ വേസ്റ്റ് മാലിന്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹം മലിനമാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ സൗഭാഗ്യങ്ങളും സമ്പത്തും എല്ലാം തട്ടിത്തെറിപ്പിച്ച് കഴിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പല ഡയറക്ഷനിലുള്ള ഈ ഒരു കാര്യങ്ങളെ ആക്ടിവിറ്റി ഒഴിവാക്കാം. ശുക്രൻ്റെ വീഡിയോ ആണല്ലോ ഇത്, അതുകൊണ്ട് ശുക്രനെ പറ്റി മാത്രം പറയുന്നുള്ളൂ, ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട വാസ്തു. ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വാസ്തു കാര്യങ്ങൾ ഇങ്ങനെ അറിയാനുള്ള താല്പര്യമുണ്ടെന്ന രീതിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിട്ട് ബാക്കി, കാരണം നമുക്ക് ഇന്ന് സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നോക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിന് നിങ്ങൾക്ക് പോകേണ്ട പോലും കാര്യമില്ല. ജിയോജബ്ര പല സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഈ പറയുന്ന മെഡിക്കൽ സ്ട്രോളജി പ്രകാരം ഈ ഒരു വാസ്തുവിൻ്റെ ആയിട്ടുള്ള ആയാലും ശുക്രന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, സപ്പോസ് വനറിയൽ ഡിസീസ്, കണ്ണിന് പ്രോബ്ലംസ്, സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒബിസിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊന്നും വിട്ടുമാറാത്ത ഷുഗർ, ഈ കൊച്ചുകുട്ടികൾക്ക് പോലും ചില കേസിൽ ഷുഗർ വരാറുണ്ട്, ഹെവി ഷുഗർ. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ വാസ്തുവിൻ്റെ ആയിട്ടുള്ള പ്രശ്നം കൊണ്ട്, വാസ്തുവിൻ്റെ ദോഷം കൊണ്ടൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡറുകൾ, ഈ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടാകാറുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ വാസ്തുപരമായിട്ട് ശുക്രൻ നെഗറ്റീവ് ആകുന്ന മാതിരി നമ്മുടെ മൊബൈൽ നമ്പർ പോലും യൂസ് ചെയ്യുന്ന കേസിൽ പലപ്പോഴും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരാറുണ്ട്. ഈ ഒരു മൊബൈൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്പേഴ്സിൻ്റെ എനർജി അനുസരിച്ച് ഇപ്പോൾ നമുക്ക് 46 എന്ന് പറഞ്ഞാൽ രാഹുവും ഈ പറയുന്ന ശുക്രനുമാണ്. 4-6 എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള നമ്പർ വരിക. അതുപോലെ 6-7, 6-7 എന്ന് പറയുന്ന നമ്പറൊക്കെ അടുത്തടുത്ത് വരിക. അതുപോലെ 8-6, 8ഉം 6ഉം കൂടെ. അപ്പം ഈ പറയുന്ന 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശുക്രനാണ്. അപ്പോൾ ശനി എന്ന് പറഞ്ഞാൽ ഒരു അഴുക്ക് ഗ്രഹമാണെന്ന് പറയും. അപ്പോൾ ഈ ശനിയും ശുക്രനും കൂടെ ഒരു കാരണവശാലും ചേരത്തില്ല. അതുപോലെ 2-6, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ആണ് ചന്ദ്രനും ഈ പറയുന്ന മാതിരിയുള്ള ശുക്രനും കൂടെ. 1-6 എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 സൂര്യൻ, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വീനസ്, ശുക്രൻ. അപ്പോൾ ഈ ഒരു നമ്പർ വന്നാലും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ, ഇതിനു മുമ്പത്തെ നമ്മുടെ ഈ പറയുന്ന ഓരോ എന്തൊക്കെ അസുഖം വരുമെന്നുള്ള, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖം വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്പേഴ്സിനെ പരാമർശിച്ച പോലെ നമുക്ക് നെയിമും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പല ആൾക്കാരും നല്ല ജീവിതത്തിൽ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാനും ആർഭാടം ഉണ്ടാകാനും പല രീതിയിലുള്ള ഉയർച്ച വരാനും നമുക്ക് നെയിം അലൈൻമെൻറ്റ്, ബ്രാൻഡ് അലൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, നല്ലൊരു ബ്രാൻഡാണെന്നൊരു അവർ സയൻറ്റിഫിക്കലി വളരെ രീതിയിലുള്ള കുതിച്ചുയരുന്നതായിട്ടുള്ള സിറ്റുവേഷനുണ്ട്. അതുപോലെ പേര് പോലും നോക്കിക്കഴിഞ്ഞാൽ അമിതാഭ് ബച്ചന്, ദിലീപ്, അങ്ങനെ പല ആൾക്കാർ അവരുടെ പേരിൻ്റെ ഇൻഷലൊക്കെ മാറ്റിയിട്ട് പല നെയിമിനെ എനർജൈസ് ചെയ്തിട്ട്, അല്ല നെയിം കറക്ഷൻ എന്ന് പറയും, നെയിം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള നല്ല നല്ല ഗുണങ്ങൾ വരാനും പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ ഒഴിവാക്കാനും ജീവിതത്തിൽ നല്ലതായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഉള്ള ഇതിനു വേണ്ടിയാണ്. മേടൻ രാശി എന്ന് പറഞ്ഞാൽ ഏരീസ്. അപ്പോൾ ഇതിൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. ഇതിനകത്തെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ ഒരു പാദം എന്നിവയാണ്. ഇവിടെ അശ്വതിയെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, സൂര്യകർമ്മയാണ്. ഭരണിയെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ്, ചന്ദ്രകർമ്മയാണ്. കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ചൊവ്വകർമ്മയാണ്. അപ്പോൾ നിങ്ങൾ ഈ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ കർമ്മത്തിൽ കൂടെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അശ്വതിയെ നോക്കിക്കഴിഞ്ഞാൽ കേതുവ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നല്ല അതോറിറ്റിയുടെ ഗ്രഹം, ലീഡർഷിപ്പിൻ്റെ, അല്ലെങ്കിൽ മെഡിസിൻ, ഇവരുടെ വീട്ടിലായാലും മെഡിക്കൽ ഫീൽഡ് അങ്ങനെയുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള ഉണ്ടാകാനുള്ള സാധ്യത, ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു അടുപ്പം, മുടിക്ക് ചെറിയൊരു ചുരുളിച്ചമായി,
ചെറിയൊരു ഒടിവ് കാണാൻ, അങ്ങനെ പല രീതിയിലുള്ള ഒരു പ്രത്യേകിച്ച് ചൊവ്വാടായിട്ടുള്ള ഒരു ഹൈ സെക്ഷൽ എനർജി, അങ്ങനെ ആ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള രൂപപ്പെടാൻ, പരമയിൽ കാണുന്ന ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ വരാൻ, അല്ലെന്നൊരു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉരുണ്ട മുഖം, അല്ലെങ്കിൽ ഈ ചൊവ്വാടായിട്ടുള്ള ഈ പറഞ്ഞൊരു പിടിവാശി ദേഷ്യവും, അതുപോലെ ശുക്രൻ്റെ ആയിട്ടുള്ള ഒരു ആഡംബരം, അല്ലെന്നൊരു ഒരു സെക്ഷലി ഉള്ള താല്പര്യക്കൂടുതൽ, അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലാണ് ഈ ഒരു ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ കാർത്തികയുടെ നോക്കിക്കഴിഞ്ഞാലും കാർത്തികയുടെ സൂര്യൻ ചൊവ്വ, പിന്നെ ഒരു ചൊവ്വ അവിടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ചൊവ്വയുടെയായിട്ടുള്ള ദേഷ്യം, പിടിവാശി, ഒരു ഫൈറ്റ് ചെയ്യാനും ഒരു വാരിയർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഘടകങ്ങൾ, അതുപോലെ സൂര്യൻ്റെ ആയിട്ടുള്ള അതോറിറ്റി, ലീഡർഷിപ്പ്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് ജയിക്കാവുന്നുള്ള പറയുന്ന ക്യാരക്ടർ, ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മേടൻ രാശിക്കാർക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ, ഇവർക്ക് നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാൻ, നല്ല രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാൻ, നല്ല അംബീഷ്യസ് ആയിട്ടുള്ള നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചെടുക്കാൻ, ചില ആൾക്കാർക്ക് പ്രസംഗിക്കാനുള്ളൊരു കഴിവ് വരിക, പല ആൾക്കാരും ഡിപ്രഷൻ മാതിരിയുള്ള സ്റ്റേജിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലൊക്കെ നിന്നിരുന്ന ആൾക്കാർക്ക് ആ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാൻ, അതുപോലെ എന്തും തുറന്ന് പറയാനൊക്കെ ഉള്ളൊരു കഴിവ്, അങ്ങനെ പല രീതിയിൽ ഈ ഒരു രാശിക്കാർക്ക് അനുകൂലമാണ്. ഇവർക്ക് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ള സഹോദരങ്ങളൊക്കെ ഉള്ളതെങ്കിൽ അവരൊക്കെ നാട്ടിൽ വരാൻ കണ്ടുമുട്ടാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യം. അതുപോലെ അയൽവക്കക്കാരുമായിട്ട് നിലനിന്നിരുന്ന എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ, നമ്മുടെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടിയൊക്കെ പാർട്ടിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ സഹോദരങ്ങളൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കിട്ടേണ്ടതായിട്ടുള്ള ഭൂമിയൊക്കെ പാർട്ടിഷൻ ചെയ്യാനൊക്കെ ഉള്ളൊരു അനുകൂല സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയേണ്ടത്. അതുപോലെ നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ എടുക്കാനൊക്കെ ഉള്ളൊരു നല്ല സാഹചര്യങ്ങളൊക്കെ ഒത്തുവരും. അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വിവാഹാലോചനകൾ വരാൻ, കല്യാണത്തിനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരാൻ, വീട്ടിലൊക്കെ നല്ല മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ വരാൻ, അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ്സൊക്കെ പുതിയ എഗ്രിമെൻറ്റ്, പുതിയ കരാറുകളൊക്കെ കിട്ടാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സിനെയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ്സിലൊക്കെ പുതിയ പ്രപ്പോസൽ വരാൻ, പുതിയ പാർട്ട്ണർഷിപ്പ് വരാൻ, പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാൻ, അതുപോലെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചില പാർട്ട്നേഴ്സുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെന്ന് കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി എടുത്തു പറയാനുള്ളത്. മാത്രമല്ല നമുക്ക് ബാഡ് ഡെപ്സ്, എന്തെങ്കിലും പഴയ കിട്ടാക്കടങ്ങളൊക്കെ ബിസിനസ്സിലൊക്കെ കിട്ടാനുണ്ടായിരുന്ന രീതിയിൽ ആ ഒരു കടമൊക്കെ ഈ ഒരു സമയത്ത് കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അല്ല ഈ കിട്ടത്തില്ലാതെ വിചാരിക്കുന്നതൊക്കെ പൈസ നമുക്ക് ലോങ് ടൈം ക്രെഡിറ്റൊക്കെ കൊടുത്തിട്ട് കിട്ടായിരുന്ന പൈസ ചിലപ്പോൾ തിരിച്ച് കിട്ടാനൊക്കെ ഉള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി എടുത്തു പറയാം. അതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് വലയങ്ങൾ ഉണ്ടാകാൻ, നല്ല സോഷ്യൽ നെറ്റ്വർക്കൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ എന്തെങ്കിലും അസുഖമൊക്കെ ബാധിച്ച് ആരെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ശുക്രൻ്റെ വരവോടുകൂടി ആ അസുഖങ്ങളൊക്കെ മാറി അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്താനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്തെങ്കിലും അസുഖമൊക്കെ അതേമാതിരി മൂർത്തിച്ചിരുന്ന ആൾക്കാർക്കാണേലും ഈ ശുക്രൻ്റെ വരവോടുകൂടി അതിൻ്റെ ആയിട്ടുള്ള കാഠിന്യം കുറയാനും ആ അസുഖത്തിൽ നിന്നൊക്കെ ഒരു റിക്കവറി, ഒരു മോചനം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ശുക്രനെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ളത് നോക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുക്രന് ഏതൊക്കെ ഹൗസിലാണ് മോശമെന്നാണ്. പ്രത്യേകിച്ച് 6, 8 ഹൗസ് എന്ന് പറയുന്നത് ശുക്രന് അത്ര അനുകൂലമല്ല, അത് ബാഡ് ഹൗസ് എന്ന് പറയാം. പൊതുവെ 6, 8, 12 ഹൗസ് മോശമാണ്. പ്രത്യേകിച്ച് 6ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡിസീസ് കാര്യങ്ങൾ, 8ാമത്തെ ഹൗസ് ആയാലും അതിൻ്റെ ഹൗസ് ഓഫ് ഡെത്ത് എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ 12ാമത്തെ ഹൗസൊക്കെ എന്ന് പറഞ്ഞാൽ അൺനെസറി ആയിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ പൊതുവെ ഈ 6, 8 ഹൗസ് നല്ലതല്ലെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഈ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത്ര നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു പിന്നെയും ഇൻറ്റേർണൽ ഒരു കോമ്പിനേഷൻ്റെ കണക്ടിവിറ്റിയുടെ ഒക്കെ അനുസരിച്ചിരിക്കുമെന്നുകൊണ്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ കറണ്ട്, അതായത് നമുക്ക് തൈര് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വെള്ള വസ്ത്രം ദാനം ചെയ്ത് ഏറ്റവും നല്ലതാണ് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ അമ്പലങ്ങളൊക്കെ
പറയുന്നത് നമ്മുടെ നെയ്യ് കൊടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് അന്ധര്, മുടന്തര് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നീ നെയ്യ് ദാനം ചെയ്യുന്നത് ശനിയും കൂടൊക്കെ പോസിറ്റീവ് ആക്കാനുള്ളതാണ്. ഏറ്റവും പൊതുവെ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഏറ്റവും നല്ല ദാനധർമ്മങ്ങളാണ്. ഏത് ഗ്രഹമായാലും പോസിറ്റീവ് ആക്കാൻ ദാനധർമ്മം, അതായത് റേഡിയേഷനിൽപ്പെട്ട ഗ്രഹങ്ങൾക്ക് നമ്മൾ ദാനധർമ്മം ചെയ്യുക. അത്രയും ഈ ദാനധർമ്മം എന്നത് നമ്മുടെ സമ്പത്തൊക്കെ പല രീതിയിൽ നമ്മൾ അറിയാതെ തന്നെ പല രീതിയൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു വരും. പ്രത്യേകിച്ച് ഫുഡ് ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ ഗീ, വെണ്ണ കൊണ്ട് തിലകം ചാർത്തുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലത്. അല്ലെ വെണ്ണ, മഞ്ഞൾ ഇങ്ങനെയൊക്കെ ഉള്ളത് നോക്കി ഇത് കോമ്പിനേഷൻ മിക്സ് ചെയ്തിട്ട് തിലകം ചുടുന്നത് വ്യാഴത്തെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മം. അതുപോലെ പശുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയേഷനാണ്. അപ്പോൾ പശുവിനൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് വാഴപ്പഴം ദാനം ചെയ്യുക, അങ്ങനെ കുറച്ച് ശുക്രനെ കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മം. അതുപോലെ ഏറ്റവും നല്ലൊരു കർമ്മമാണ് 12-24 വയസ്സുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് അല്ലെന്നേലും എന്തെങ്കിലും അണിഞ്ഞൊരുങ്ങാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ദാനം ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും നിങ്ങൾ ചിരിക്കും ചിലപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അവരവരുടെ വൈഫിൻ്റെ പാദസേവ എന്ന് പറയും. പാദസേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ കാലിൽ നിന്ന് ഞെക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശുക്രനെ ഏറ്റവും അനുകൂലമാണ് പോസിറ്റീവ് ആക്കാൻ നല്ലൊരു കർമ്മമാണ്. കാരണം ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലേഡീസിൻ്റെ ഒക്കെ ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്. അതുപോലെ ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലൊരു. അതുപോലെ ഭൈരവലക്ഷ്മി വ്രതം എടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ ദുർഗാദേവിയെ പൂജിക്കുക, ദുർഗാ ചാലിസ, അതൊക്കെ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ കൽക്കണ്ടം ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. കൽക്കണ്ടം നമുക്ക് അതിൻ്റെ എമൗണ്ടിലല്ല കാര്യം, ഈവൻ 10 രൂപയുടെയൊക്കെ ചെറിയ പാക്കറ്റൊക്കെ കിട്ടും. വാങ്ങിച്ച് അമ്പലങ്ങളിലോ നിങ്ങൾ വിശ്വസിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തൈരിനകത്ത് കുളിക്കാതെ പറഞ്ഞു കഴിഞ്ഞാലും ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. ചെറിയൊരു വെള്ളത്തിനകത്ത് ചക്കരം ഒരു തൈരിട്ട് കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശുക്രനെ പോസിറ്റീവ്. അതുപോലെ ശുക്രമണി എന്ന് പറഞ്ഞൊരിതുണ്ട്. അതുപോലെ തൈര്, നെയ്യ് എന്നിവയൊക്കെ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്.